മീൻസ് നമ്മൾ തനിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഒരാളും കൂടിയിട്ട് അങ്ങനെ രണ്ടുപേരായിട്ട് ഒരു ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശേഷം ആ ഹോട്ടലിലേക്ക് ഒരു 5-6 പേരെ കടന്നു വരുമ്പോൾ പിന്നെ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില അല്ലെങ്കിൽ നമ്മളെ കണ്ണി പിടിക്കാത്ത ചില അവസ്ഥ ചില ഹോട്ടലുകാർക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളോടുള്ള പെരുമാറ്റമൊക്കെ ഭയങ്കര മോശമായിരിക്കും അവരുടെ ഭാഗത്തുണ്ടാവുക. പിന്നെ നമ്മളെന്തോ വെറുതെ ഫുഡ് കഴിക്കാൻ വന്ന പോലെയൊക്കെയും അവർക്ക് തോന്നുക. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ ചിലപ്പോൾ കുറേ പേർക്ക് നേരിട്ടുണ്ടാവും. അപ്പോൾ ഇതേ സെയിം അനുഭവം എനിക്കും നേരിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മെയ് 9-ാം തീയതി 2026 കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി കൊടുങ്ങല്ലൂരുള്ള K66 ഫുഡ്സ് ഗ്രിൽ ആൻഡ് കിച്ചൺ എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അവരുടെ ഇൻസ്റ്റയിലൊക്കെ റീൽസ് കണ്ടിട്ട് വൈഫിൻ്റെ റിക്വസ്റ്റ് ആയിരുന്നു അവിടെ പോയി ഫുഡ് കഴിക്കാം, അവിടെ പോയിട്ട് ചിക്കൻ പാൽ പൊറോട്ട കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 10-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷം കൂടി ആയിക്കോട്ടെ വെച്ചിട്ട് ഞാനും വൈഫും ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോൾ സംഭവിച്ച കാര്യം പറഞ്ഞത്, ഞാൻ ഫുഡ് കഴിക്കാനിരിക്കുന്നു, ഓർഡർ ചെയ്യുന്നു. എനിക്ക് ശേഷം അവിടെ 2-3 പേര് വരുന്നു, 5-6 പേര് വരുന്നു. അപ്പോൾ തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നോട് പറയണം, സാറ് ഫാമിലി വരുന്നുണ്ടെന്ന്. വേറെ ഒന്നല്ല, ഫസ്റ്റ് പറഞ്ഞ സാറ് ഫാമിലി വരുന്നുണ്ട്. ഫാമിലി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഫാമിലി ഹോട്ടലിൽ ആൾക്കാരൊക്കെ വരും, ഫുഡ് കഴിക്കാൻ പോരും അല്ലേ? അപ്പോൾ എടുത്ത് വയ്ക്കാനോട് പറയണം, സാറ് ഫാമിലി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനിവിടെ നിന്ന് എണിച്ച് പോകണമായിരിക്കും. അതെ സാറ് അപ്പുറത്ത് അങ്ങനെ പോയിരിക്കുമെന്ന്. ഓക്കെ ശരി. അപ്പം എൻ്റെ മൂഡ് നല്ലതായതുകൊണ്ട് ഞാനപ്പോൾ തല്ലി പിടിക്കാനൊന്നുമില്ല, ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോന്നു. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ നല്ല ഫുഡൊക്കെ കഴിക്കും ചിലപ്പോൾ. ഒരു പക്ഷേ ഞാൻ കഴിച്ചില്ല, കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഫുഡ് നന്നിട്ട് കാര്യമല്ലോ, പെരുമാറ്റം കൂടെ ഉണ്ടാവണ്ടേ. അപ്പോൾ പെരുമാറ്റം വളരെ മോശമായിട്ട് പെരുമാറുന്ന അല്ലെങ്കിൽ വളരെ വികൃതമായിട്ടുള്ള വൈകല്യമായിട്ടുള്ള മനസ്സ് പേര് നടക്കുന്ന ഒരാളാണ്. എല്ലാവരും അല്ല കേട്ടോ, ചിലപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. പക്ഷെ അവൻ റിസപ്ഷനിസ്റ്റാണ്, അവിടെ ഇരുന്ന ഒരാളാണ്. അതായത് അവിടുത്തെ ഈ സപ്ലയറോ അല്ലെങ്കിൽ ഫുഡ് സെർവ് ചെയ്യുന്ന മറ്റാരല്ല, റിസപ്ഷനിലിരുന്ന ആളാണ്. അപ്പോൾ വേണ്ടപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ചുമതല ഏറ്റ ഒരാൾ തന്നെയാണ് അങ്ങനെ പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് മോശപ്പെട്ട സംഭവം ഉണ്ടാകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാൽ ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5-6 പേരായിട്ട് കൂട്ടമായിട്ട് ഫുഡ് കഴിക്കാൻ പോകാം. അല്ലെങ്കിൽ അഭിമാനത്തെക്കാൾ വലുതാണ് ഭക്ഷണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് അവിടെ പോയിരുന്നിട്ട് അവരുടെ പരിഹാസം കേട്ട് അവരുടെ തുച്ഛത്തോടു കൂടി അവിടെ ഫുഡ് കഴിക്കാം. അതല്ല, അഭിമാനമാണ് വലുതെങ്കിൽ നിങ്ങളവിടെ പോകാതിരിക്കുക. അപ്പോൾ ഞാൻ ഹോട്ടലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അപ്പുറം മെൻഷൻ ചെയ്ത് തരാം, അവരുടെ ഫോട്ടോസ് ഇട്ടുതരാം. അപ്പോൾ കൊടുങ്ങല്ലൂർ